നമസ്കാരം. മലയാളിയെക്കുറിച്ച് പൊതുവെ പറയുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിലും ലാസ്റ്റ് മൊമെന്റ് വരെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചൂട് പിടിക്കുകയുള്ളൂ. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആവേശമായിരിക്കും. പക്ഷെ അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്ത ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് അയർലൻഡിൽ താമസിച്ച് നിങ്ങളെങ്കിൽ, ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു ലാസ്റ്റ് മൊമെന്റ് എന്നുള്ളത് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ IRP കാർഡിന്റെ റിന്യൂവലിന് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മൾ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് പറയുമ്പോൾ വർഷാവർഷം അല്ല 2 വർഷം കൂടുമ്പോൾ നമ്മൾ IRP കാർഡ് നമ്മൾ റിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം പല ഹോസ്പിറ്റലുകളിലും HR ഡിപ്പാർട്ട്മെന്റ് നമ്മോട് അത് ഓരോ കാർഡ് പുതുക്കുമ്പോൾ ചോദിക്കാറുണ്ട്. എല്ലായിടത്തും ചോദിക്കുമെന്ന് എനിക്കറിയുണ്ട്, പക്ഷെ പലയിടത്തും ചോദിക്കാറുണ്ട്. നമ്മൾ പുതിയ കാർഡ് IRP കാർഡ് കിട്ടുമ്പോൾ നമുക്കത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ പലയിടത്തും അൺനെസറി ആയിട്ടുള്ള ഡിലേ വരുന്നുണ്ട്. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡിലേ വരുന്നുണ്ട്. 3 months എന്നൊക്കെ 4 months വരെ ആവുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന IRP കാർഡിന്റെ എക്സിസ്റ്റിംഗ് IRP കാർഡിന്റെ ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 weeks അല്ലെ 9 weeks വരെ ഇവർ നമ്മളോട് ജോലി അനുവദിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളെ നിർബന്ധിതമായിട്ടുള്ള ലോസ് ഓഫ് പേയിലേക്ക് മാറി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമുക്ക് IRP കാർഡ് റിന്യൂവൽ കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷൻ മെയിൽ വന്ന് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഓരോരുത്തരും കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അപ്പോൾ ലോസ് ഓഫ് പേ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ 1-2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ശമ്പളം ഇല്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ അയർലൻഡിലെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ IRP കാർഡ് ആർക്കെങ്കിലും റിന്യൂ ചെയ്യുന്ന വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഡിസംബറിൽ തീരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒക്ടോബർ മുതൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് 3 മാസം മുമ്പ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നേരം തന്നെ വെല്ലിന് അഡ്വാൻസ് ആയിട്ട് ചെയ്യുക, കാരണം അപ്പം അതിനുള്ള സമയം നമുക്ക് കിട്ടും. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കാതെ അത് നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇതും അതിനെ ഒരു സൈഡിൽ കൊണ്ടുപോവുക, ഇതും റിന്യൂ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അത് വെല്ലിന് അഡ്വാൻസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടത് മറ്റുള്ളവരുടെ ഫ്രണ്ട്സിനോടും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.